ഡേ അവരോട് തരാന്ന് പറയ്. ഇത് ഉണ്ടായിട്ട് കൊടുക്കാതിരിക്കണമെന്നല്ലോ. പിന്നെ അത് മാത്രമല്ല 2 ദിവസം കഴിഞ്ഞാൽ കാശ് കിട്ടും. അതൊക്കെ ശരിയാ. ഞാനാണെങ്കിൽ 2-3 പേരോട് ചോദിച്ചു കിട്ടണ്ടേ. എന്തായാലും നാളെ രാവിലെ കൊടുക്കാം. നീ അവരോട് ഇത് പറയും. പിള്ളേർക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കുക. എന്നിട്ട് അവർക്ക് ഗുളിക കൊടുക്കണല്ലേ. എനിക്ക് തന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കാശ് തന്നിട്ട് നീ എനിക്ക് തിന്നെ തന്നാൽ മതി. ശരി. പെണ്ണുങ്ങളുടെ കാര്യം എന്താടാ 20,000 ഉണ്ടാവും. ഇന്ന് വൈകുന്നേരത്തേക്ക് വേണം. എൻ്റെ നന്നായിണ്ട്. നിൻ്റെ ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. നീ വേറെ എവിടെ നിന്ന് മറിച്ചത് മതി. കാശ് പക്ഷെ മുടി പലിശയാ. ഞാനതല്ല ഞാൻ എടുക്കത്തെ. നിനക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ ഞാൻ ചോദിച്ചു നോക്കാം. പലിശ എത്രയാലും കുഴപ്പമൊന്നുമില്ല. നീ ചോദിച്ചു നോക്കും. ഹലോ എടാ മുജീബേ, ഒരു 20,000 രൂപ മറിക്കണ്ടാവൂടാ. എൻ്റെ എവിടെന്നടാ? അല്ല നിനക്കെന്താ എത്ര അത്യാവശ്യം വന്നേ? അത്യാവശ്യമൊക്കെ ഉണ്ടോ എനിക്ക്? ഇതെനിക്കല്ലടാ. നീ പരിപാടി നിർത്തിയിട്ടില്ലല്ലേ? അല്ല ഇതിപ്പോ ആർക്കാടാ? നമ്മുടെ മാത്യൂസിനടാ. മാത്യൂസിനാ? ആടാ, അവൻ അത്യാവശ്യം എന്ന് പറഞ്ഞിട്ട്. നിനക്ക് കാശിന് അത്യാവശ്യം അവൻ അറിയോ? അത് തന്നെ അവൻ ആദ്യം നിന്നോട് ചോദിച്ചത്. നീയേ അങ്ങോട്ട് ചോദിക്കുന്നേക്കാൾ മുന്നേ അവൻ ഇങ്ങോട്ട് കയറി ചോദിച്ചതാ. അവൻ അങ്ങനെ ചെയ്യോടാ? അവൻ തനി കുറുക്കനാ. നിനക്കറിയോ? അവൻ കാശ് പലിശക്ക് കൊടുക്കണ്ട്. എന്നിട്ട് പറയും മറ്റുള്ളവരുടെ പൈസയാണ്. ഇതാണെങ്കിലേ മറ്റുള്ളവർക്ക് ഒട്ടും അറിയില്ല താനും. നിനക്ക് സംശയമുണ്ടാ? നീ ലൈനിൽ നിൽക്കട്ട, ഒന്നും മിണ്ടണ്ട. ഞാൻ ഇപ്പം കേൾപ്പിച്ചു തരാം. മുജീബ പറയടാ. $20,000 കാശൊക്കെ ഞാൻ അറേഞ്ച് ചെയ്യാം. പക്ഷേ പലിശ അറിയാലോ. ഞാൻ ശരിയാക്കി തരാം. നീ എപ്പോഴാണെന്ന് വിളിച്ചാൽ മതി. എന്നാ ശരി. കാശ് റെഡി ആയിട്ടാ. മുടിഞ്ഞ പലിശയാ ആളും. നീയേ മുജീബിനെ വിളിച്ചാൽ മതി, അവൻ തരും. നിന്റെ മുതലല്ലേ, നീ തന്നെ തിന്നാ മതി.